വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ സംഘർഷം. വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. ഇടതുപക്ഷവും പ്രതിപക്ഷവും പരസ്പരം പഴിചാരൽ തുടരുന്നു. ഗവർണറുടെ നോമിനേഷനിലൂടെ എത്തിയ ഡോക്ടർ പി ശിവദാസനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നതോടെയാണ് യോഗം അലങ്കോലമായത്. 2021-22 കാലഘട്ടത്തിലെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട്, 4 വർഷ ബിരുദത്തിന്റെ വിഷയങ്ങൾ, പരീക്ഷ നടത്തിപ്പ്, മൂല്യനിർണ്ണയ ക്യാമ്പിലെ പ്രശ്നങ്ങൾ, റിസർച്ച്, റെഗുലേഷൻ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഇടതുപക്ഷ സെനറ്റർമാരും പ്രതിപക്ഷ സെനറ്റർമാരും പരസ്പരം പോർവിളി തുടർന്നതോടെ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെയുണ്ടായി. ഇരുപക്ഷവും പരസ്പരം പോർവിളി ഉയർത്തുകയും ഗവർണറുടെ നോമിനേഷനിലൂടെ എത്തിയ ഡോക്ടർ പി ശിവദാസനെ പുറത്താക്കണമെന്ന് ആവശ്യമുയർത്തുകയും ചെയ്തു. പിന്നീട് ഡോക്ടർ പി ശിവദാസനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകുകയും ചെയ്തു. സെനറ്റ് യോഗത്തിൽ എം രാജൻ അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ മാർട്ടിൻ ടി ജെ, മധു പി, സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ ചാക്കോ വി എം, ഡോക്ടർ സുൽഫി പി, ഡോക്ടർ മനോജ് മാത്യൂസ്, ഡോക്ടർ ജയകുമാർ, സുനിൽകുമാർ, ഡോക്ടർ ശ്രീലത, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ എന്നിവർ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.